അങ്ങ് വാനമുട്ട ഹൈപ്പ് വരുന്ന ഒരു പടത്തെ പറ്റിയല്ല നമ്മുടെ ഇന്നത്തെ ചർച്ച. പടം ഏതാന്ന് കുറച്ചു പേർക്കൊക്കെ മനസ്സിലായി കാണും. നമ്മുടെ ലാലേട്ടൻ്റെയും ജീത്തു ജോസഫിൻ്റെയും ഒക്കെ ദൃശ്യം സീക്വൽസിനെ പറ്റിയാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഈ ദൃശ്യം 3 എന്ന് പറഞ്ഞ പടം പൊട്ടാൻ ചാൻസ് ഉണ്ടോ? അല്ല, ഇങ്ങനെ ഞാൻ പറയാനായിട്ട് ഓരോ പ്രോപ്പറായിട്ടുള്ള റീസൺ ഉണ്ട്. അതൊക്കെ പറയുന്നതിന് മുന്നായിട്ട് ഞാൻ നിങ്ങളോട് മറ്റൊരു കാര്യം പറഞ്ഞു തരാം. ഇതൊക്കെ എൻ്റെ മാത്രം ഒപ്പീനിയനാണ്. അതായത് ഞാൻ ചിന്തിച്ച് കൂട്ടിയ കാര്യങ്ങൾ എൻ്റെ കാര്യത്തിൽ ഞാൻ നിങ്ങളോടൊന്ന് അറിയിക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ആരും കമൻറ്റ് ബോക്സിൽ എന്നിട്ട് വിളിക്കരുത്. ആദ്യം തന്നെ പറയാമല്ലോ, ഞാൻ ഈ ഒരു പടത്തിന് അത്ര വലിയ എക്സ്പെക്റ്റേഷൻ വെക്കുന്നില്ല. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ, എന്നാൽ എനിക്ക് അത്യാവശ്യം എക്സ്പെക്റ്റേഷൻ ഉണ്ട് താനും കേട്ടോ. അതിന് പ്രോപ്പറായിട്ടുള്ള ആദ്യത്തെ റീസൺ എന്താണെന്ന് വെച്ചാൽ, ജിത്തു ജോസഫ് റീസെൻ്റ് ആയിട്ട് സംവിധാനം ചെയ്ത 3 സിനിമകൾ, അതായത് 2024 സംവിധാനം ചെയ്ത നുണക്കുഴി, 2025 അവസാനം സംവിധാനം ചെയ്ത മിറാഷ്, അതുപോലെ തന്നെ 2026 ബിജു മേനോൻ ജോർജ് ജോർജ് കോംബോ വലതുവശത്തെ കള്ളൻ. ഈ ഒരു നുണക്കുഴി എന്ന് പറഞ്ഞ ഇവിടെ ഒരു ഡാർക്ക് ഹ്യൂമർ പടമാണ്. ഡാർക്ക് ഹ്യൂമർ എന്താണെന്ന് അറിയാത്തവർക്ക് വേണ്ടി ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഒരു ലിങ്ക് കൊടുക്കാം. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ നിനക്ക് ഡയറക്റ്റ് ആയിട്ട് എങ്ങനെയാണ് ഡാർക്ക് ഹ്യൂമർ എന്താണെന്നൊക്കെ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കി തരും. ഒരു ഡാർക്ക് ഹ്യൂമർ പടമായിട്ട് കൂടി ആ ഒരു പടം പൊട്ടിപ്പോയി ഗൈസ്. ഓക്കെ, പിന്നെ നമ്മുടെ ആസിഫിക്കയുടെ മിറാഷ് എന്ന് പറഞ്ഞ പടം, അപർണ ബാലമുരളി ഉണ്ട്. അതേപോലെ തന്നെ നമ്മുടെ ബിഗ് ബോസിലെ സെക്കൻഡ് റണ്ണർ, ഇപ്പോൾ അങ്ങനെ തന്നെ ഞാൻ ആ പരിപാടി കാണാറില്ല. അതിൻ്റെ അകത്ത് അർജുനൊക്കെ ഉണ്ട് ഗൈസ്. അത്യാവശ്യം നല്ലൊരു പടമായിട്ട് കൂടി ആ ഒരു പടം പൊട്ടിപ്പോയി. എന്തിനോ വേണ്ടി തിളച്ച സാമ്പാറിൽ ചിക്കൻ കറി ഇട്ട പോലെ ആയിപ്പോയി. അതായത് ചുമ്മാ ഒരു പടം അതിൽ കുറേ ട്വിസ്റ്റ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് എന്തിനാണോ ആവും. എനിക്ക് വേണ്ടിയിട്ട് ഒരു ആവറേജ് ബിലോ ആവറേജ് എക്സ്പീരിയൻസ് ഒക്കെ കിട്ടിയുള്ളൂ. ലാസ്റ്റായിട്ട് വലത്ത് വശത്തെ കള്ളൻ, ജോർജ് ജോർജും ബിജു മേനോനും ഇതിൻ്റെ അകത്ത് നല്ലൊരു വേഷം കൈകാര്യം ചെയ്യുന്നുണ്ട്. ഇവർ രണ്ടുപേരും കൂടെയാണ്. ബിജു മേനോനാണ് എന്നാലും ഇതിൻ്റെ അകത്തൊരു പോലീസ്. ഇവർ രണ്ടുപേരും പോലീസ് ഉദ്യോഗസ്ഥരാണ്. ആ ഒരു സിനിമയിൽ നേരെ കാണിക്കുകയാണെങ്കിൽ ഇതൊരു ബിജു മേനോൻ പടം തന്നെയാണ് ഗൈസ്. ഓക്കെ, ഈ ഒരു പടത്തിന് ആദ്യമൊക്കെ ആവറേജ് റെസ്പോൺസ് കിട്ടിയിട്ട് പിന്നെ അത് നെഗറ്റീവിലേക്ക് ഇങ്ങനെ മാറി തുടങ്ങി ഗൈസ്. ഇനി ജിത്തു ജോസഫിൻ്റെ ദൃശ്യം 3ക്ക് മുന്നേ ഒരു പടം വരാൻ പോകുന്നുണ്ട്. അതായത് ഈ മാസം തന്നെയാണെന്ന് തോന്നുന്നു, 15ഓ 16ഓ എങ്ങാണ്ട് ദൃഢം എന്ന് പറഞ്ഞ പടം, സൈനിക നായകനാകുന്ന ദൃഢം എന്ന് പറഞ്ഞ പടം ജിത്തു ജോസഫാണ് ഇതിനകത്ത് സംവിധാനം ചെയ്യുന്നത്. അപ്പം ആ ഒരു സൈന്യത്തിൻ്റെ ആ ഒരു ലുക്ക് ട്രെയിലർ കണ്ടിട്ട് അടിപൊളിയാണെന്ന് എനിക്ക് പറയാൻ പറ്റത്തില്ല കേട്ടോ ഗൈസ്. അപ്പം ആ ഒരു പടം വരാൻ പോകുന്നു പറഞ്ഞാൽ അതിലും എനിക്ക് അത്ര വലിയ പ്രതീക്ഷയൊന്നുമില്ല. കാരണം എനിക്ക് തോന്നുന്നു ജിത്തു ജോസഫ് അതിന് മുന്നേ ഒരു ഹിറ്റ് അടക്കം കഷ്ടപ്പെടുവാണെന്ന്. കാരണം അതേ സ്റ്റൈലുള്ള പടം അതെങ്ങനെ ഓഡിയൻസിന് കണക്റ്റ് ആകണമല്ലോ ഇങ്ങനത്തെ പടങ്ങളൊക്കെ. എന്നാൽ മാത്രമല്ലേ ദൃശ്യം 3 വിജയിക്കത്തുള്ളൂ. ഇനി ആ ദൃഢം എന്ന് പറഞ്ഞ പടം കൂടെ പൊട്ടിക്കഴിഞ്ഞാൽ ദൃശ്യം 3യോടുള്ള എൻ്റെ ആ ഒരു പ്രതീക്ഷ ഇങ്ങനെ കുറഞ്ഞു വരും. മാത്രമല്ല ജിത്തു ജോസഫായിട്ട് ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞത് ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ്, എനിക്കൊരു ധാരണയുണ്ട്. ആ ധാരണയിലൂടെയാണ് ഞാനിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ആ ധാരണ ഓഡിയൻസിന് ഇഷ്ടപ്പെട്ട രക്ഷപ്പെട്ടു, രക്ഷപ്പെട്ടില്ലേ ഇപ്പം എന്ത് ചെയ്യാൻ പറ്റും. ഇപ്പം നിങ്ങൾ ദൃശ്യം 3യെക്കുറിച്ച് കേട്ട ആ ഒരു സ്റ്റേറ്റ്മെൻ്റ് എന്ന് പറയുന്നത് ഒരു നിസ്സാര കാര്യമല്ല. കാരണം പടത്തിൻ്റെ ഡയറക്ടറാണ് ഇങ്ങനെ പറഞ്ഞേക്കുന്നെങ്കിൽ പിന്നെ നമ്മൾ എന്തിന് ഇത്ര പ്രതീക്ഷ വെക്കണം? ഒരു സിനിമ ഉണ്ടാക്കുവാണെങ്കിൽ ആ ഒരു സിനിമയുടെ അണിയറ പ്രവർത്തകർക്ക് പോലും ആ കോൺഫിഡൻസ് ഇല്ലെങ്കിൽ പിന്നെ നമ്മളെന്തിന് പ്രതീക്ഷ വെക്കണം? പടം ഫ്ലോപ്പ് ആണെങ്കിൽ പോയി ഗേസ്. ഇനി അഥവാ പടം ഹിറ്റ് ആണെങ്കിൽ, പോസിറ്റീവ് റെസ്പോൺസ് കിട്ടുവാണെങ്കിൽ ജോർജ് കുട്ടി ബോക്സ് ഓഫീസ് തൂക്കിയടിക്കും ഗേസ്.